സ്ത്രീകൾ തട്ടിപ്പറച്ച രേണുവില്ല. രേണുവിന്റെ കാര്യം നോക്കാൻ കളിക്കാം. രേണു നിനക്കല്ല, നീ ആ കാർഡ് ഇവിടെ ഇറക്കല്ലേ. ഇവിടെ കളിച്ചിട്ട് നീ പൊക്കോ. ഇവിടെ കളിച്ചിട്ട് നീ ആരുടെ അമ്മായിന് വളർത്തി. ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 4 ഇന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നല്ല മുട്ടനടി നടക്കുകയാണ്. നല്ല പൊരിഞ്ഞടി. അടിയൊന്നും നടന്നില്ലെങ്കിൽ എന്ത് ബിഗ് ബോസ് അല്ലേ. അപ്പോൾ ഈ അടി നടക്കാനുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ. ഇവിടെ അക്ബർ, രേണു, ഷാനവാസ്, ബിൻസി, അതുപോലെ തന്നെ അനുമോൾ ഇവരൊക്കെ കൂടിയിട്ട് രാവിലെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ശൈത്യ ഉറങ്ങിപ്പോയതിന്റെ പേരിൽ അവളെ എടുത്തോണ്ട് പോയിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഇവളെ എടുത്തോണ്ട് പോയത് അക്ബറും ബിന്നി ശരത്തും ചേർന്നാണ്. എവിടേക്കാന്ന് വെച്ചാൽ ബിഗ് ബോസ് തന്നെ ഒരു റെഡ് സ്പോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലേക്കാണ് ഇവളെ കൊണ്ടുപോയത്. ആ ഒരു ദൗത്യം ഇവർ പൂർത്തിയാക്കിയാൽ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ശൈത്യ എവിക്റ്റ് ആവും എന്നാണ് കണ്ടീഷൻ. ഇങ്ങനെ എവിക്റ്റ് ആവുകയാണെങ്കിൽ അതൊരു 1.5 എവിക്ഷൻ തന്നെയായിരിക്കും. എന്താ വെച്ചാൽ ബിഗ് ബോസ് തുടങ്ങിയിട്ട് തന്നെ ഒരാഴ്ചയായിട്ടില്ല. എന്തായാലും വോട്ടിങ്ങിന്റെ സ്ഥാനത്ത് ശൈത്യ വളരെ പിന്നിൽ തന്നെയാണ്. ഇനി എത്ര ദിവസം മുന്നോട്ടുണ്ടാകും എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇവിടെ ശൈത്യ ഉറങ്ങുന്നത് കാണുന്നത് ബിന്നിയാണ് ആദ്യം കാണുന്നത്. അങ്ങനെ ബിന്നി ഇത് അക്ബറിനോട് പറയുന്നു. ഇവര് കൂടി അവളെ പൊക്കിയെടുത്തെങ്കിലും അതങ്ങ് പാളിപ്പോയി. എന്താ വെച്ചാൽ ഇത്തിരി മുന്നോട്ടെത്തുമ്പോഴത്തേക്കും ശൈത്യ ഞെട്ടി എഴുന്നേറ്റു. ഈ ഗെയിം നല്ല രസമുണ്ടെങ്കിലും ഈ ഏർപ്പാട് ശൈത്യക്ക് അങ്ങോട്ട് രസിച്ചൊന്നുമില്ല. എന്താ വെച്ചാൽ അത് നമുക്ക് അവളുടെ മുഖത്ത് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും എപ്പിസോഡിൽ കുറച്ചും കൂടെ അങ്ങോട്ട് നിൽക്കാനും ശൈത്യക്ക് ഭാഗ്യമുണ്ടെന്നാണ് തോന്നുന്നത്. ഇനി നമുക്ക് ബിഗ് ബോസിൽ രാവിലെ നടന്ന ആ അടിപിടി എന്താണെന്നൊന്ന് കണ്ടു നോക്കാം. ഇത് സംഭവം എന്താ വെച്ചാൽ ശൈത്യയെ കൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് അക്ബർ വന്നിട്ട് അനുമോളോട് പറയുന്നത് നീയും ഷാനവാസും കൂടെ ഇവിടെ ബ്രദർ ആൻഡ് സിസ്റ്റർ പ്ലേ കളിക്കുകയാണെന്ന്. വെറുതെ ഇരിക്കുന്ന ഒരു പ്രശ്നത്തിനും പോകാതെ അനുമോളെ ഒന്ന് ചൊറിഞ്ഞു നോക്കിയതാണ്. ഈ പറഞ്ഞത് അനുമോക്ക് അങ്ങോട്ട് ദഹിച്ചില്ല. രണ്ടാളും കൂടെ വാക്ക് തർക്കാകുന്നു. ഈ രസകരമായ പ്രശ്നം കയറി കയറി അങ്ങ് വാനോളെത്തുന്നു. എന്തായാലും നമുക്ക് ആ അടിയുടെ ബാക്കി ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. അമ്മായി വളർത്തിരിക്കാണ്ടിരിക്കാൻ ഒന്ന് പോടിയാണെന്നോ നീ ആരാധന വിചാരം. ആ പിന്നെ നീ പറയുമ്പോ നീ കളിച്ചോ. അവ ഞാൻ കൈ കളിക്കില്ല. വായി തോന്നുന്നു ചെയ്ത് കൂട്ടാ ചെയ്ത് വിളിച്ചു പറയും. ആ അനു ചെയ്ത് കൂട്ടാ വിളിച്ചു പറയും. എല്ലാം തമ്മിൽ ഏൽപ്പിക്കാൻ വേണ്ടിട്ട് മനസ്സിലായില്ലേ. ഓ നീ പിന്നെ പവിത്രമായിട്ട് വീഡിയോ കൊണ്ട് കുളത്തില്ല അഞ്ചല്ലേ കോടിയാടും അച്ഛൻ വിളിച്ചിട്ട് പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നീ പറഞ്ഞു നീ പോടാന്ന് വിളിച്ചാൽ അക്ബർ ഖാൻ വെറുതെ ചൊറിഞ്ഞു വരികയാണ്. ഒരു കാര്യവുമില്ല. വെറുതെ ഇരിക്കുന്ന അനുമോളെ ഒന്ന് ചൊറിഞ്ഞു നോക്കുകയാണ്. ഇവിടെ അനുമോള് അക്ബറിനോട് പറയാണ് എന്നെ എടിയെന്നൊന്നും വിളിക്കണ്ട. എന്നെ എടിയെന്നോ എടായെന്നോ വിളിക്കാനൊന്നും എന്റെ വീട്ടുകാർ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ മറ്റവൻ അതായത് അക്ബർ പറയുന്നുണ്ട് നീ എന്നെ ആദ്യം എടായെന്ന് വിളിച്ചത് കൊണ്ടാണ് ഞാൻ നിന്നെ എടിയെന്ന് വിളിച്ചതെന്ന്. ഇതും പറഞ്ഞ് എടാ പറഞ്ഞു എടി പറഞ്ഞു അങ്ങനെ പ്രശ്നങ്ങൾ അങ്ങോട്ട് കത്തി കയറുന്നുണ്ട്. ഇനി ഈ ഒരു പ്രശ്നത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ ആദ്യം തന്നെ നീ പോടായെന്ന് വിളിച്ചത് അനുമോളാണ്. അതിനുശേഷമാണ് ഇത് കേട്ടതിന് ശേഷം മാത്രമാണ് അക്ബർ തിരിച്ച് നീ പോടിയെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതെനിക്ക് വലിയ വിഷയമൊന്നും തോന്നുന്നില്ല. ഒരാളിങ്ങോട്ട് എടാ എന്ന് വിളിക്കുന്നു, തിരിച്ചങ്ങോട്ട് നീ പോടാ എന്ന് പറയുന്നു. അതത്ര വലിയ വിഷയമാക്കേണ്ട കാര്യം എന്താണ്? ഈ പ്രശ്നത്തിന്റെ കൂടെ തന്നെ അടുത്ത അടി നടക്കുന്നുണ്ട് രേണുവും അക്ബറും തമ്മിൽ. ഇവര് തമ്മിലുള്ള പ്രശ്നത്തിന്റെ തുടക്കം എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ആ സെപ്റ്റിക് ടാങ്ക് തന്നെ. എന്തായാലും നമുക്ക് ആ അടിയുടെ ഇടിയുടെ പൊടി പൂരം ഒന്ന് കണ്ടു നോക്കാം. ചേച്ചി ഇന്നലെ ഒരു ആവശ്യം ഉണ്ടാക്കായിരുന്നു. ഇന്നലെ രാത്രി അവൻ വന്ന് ചേച്ചിക്ക് സോറിയും പറഞ്ഞു മാപ്പം പറഞ്ഞു ഇന്ന് ചേച്ചി ഇവിടെ ആളെ കൂട്ടിട്ട് ഇന്ന് രാവിലെ ഷോ ഇറക്കിയുണ്ടല്ലോ മനാ തെറ്റായിപ്പോ. ഇന്ന് ചേച്ചി അങ്ങനെ തന്നെ വിളിച്ചോളൂ. ഇന്ന് ചേച്ചി അല്ലല്ല ആ ഇന്നലെ രാത്രി ചേച്ചി സംസാരിച്ച് ഞാൻ ഉണ്ടായിരുന്നു. ചേച്ചിയുടെ ഉത്സവത്തിൽ പങ്കെടുത്ത് ഞാൻ ഉണ്ടായിരുന്നു അവിടെ. ഇന്നലെ അക്ബർ ഞാൻ ഉണ്ടായിരുന്നു. സ്വന്തം ഉമ്മാനെ പിടിച്ച് മാപ്പ് പറയാം. നിങ്ങൾ ആ ഒരു കേസിലല്ല സ്വന്തം ഉമ്മാണ് സത്യം മാപ്പ് പറയാം. അത് കേട്ടിട്ട് നിങ്ങൾ രാവിലെ വന്ന് ഈ കേസ് കളിക്കണമെന്നില്ല. അങ്ങനെ പറയണ്ട. തങ്ങളെ വിളിച്ചു. ഇപ്പോൾ വളരെ മോശം ചെയ്ത ഒരു സ്ത്രീ അവിടെ ഞാൻ പറഞ്ഞു വളരെ മോശമായിട്ടല്ലെങ്കിൽ വേണം കുടുംബ സ്ത്രീ നമ്മൾ രണ്ട് തെറി വിളിച്ചു എന്ന് കരുതിക്കോ. വളരെ മോശം ചെയ്ത് നമ്മളെ കുറെ വീഡിയോസിൽ നമ്മൾ പല സ്ത്രീകളെയും നമ്മൾ വളരെ വിമർശിച്ചിട്ടുണ്ട്. അത് അവർ ചെയ്ത പ്രവൃത്തിയാണ്. നമ്മൾ തെറി വിളിച്ചുകൊണ്ട് ആൾക്കാർ തന്നെയാണ്. ഇതൊരു വിമൻ കാർഡാണ്. ഞാനില്ല ഈ പറയുന്ന ഭർത്താവില്ലാത്ത സ്ത്രീ. രാവിലെ തന്നെ നല്ല മാപ്പ് പറച്ചിലൊക്കെ നടന്നതാണ്. അത് ഉമ്മാന്റെ പേരൊക്കെ വെച്ചിട്ട് മാപ്പ് പറച്ചിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കുകയും ചെയ്തിട്ട് അതിനുശേഷം ഒരു മാപ്പ് പറഞ്ഞതിനെ കൊണ്ട് തീരുന്നതാണോ ഈ പ്രശ്നം? വായിൽ തോന്നുന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അവസാനം മാപ്പ് പറഞ്ഞിട്ട് എന്ത് കാര്യം?
വിധവകളെ പറ്റി പറഞ്ഞിട്ടില്ലേ കാര്യം? സ്ത്രീകളെ പറ്റിയും പറഞ്ഞിട്ടില്ല, വിധവകളെ പറ്റിയും പറഞ്ഞില്ല. ചേച്ചിക്കാണ് ഈ പേരിട്ടിട്ടുണ്ട്. ചേച്ചിക്ക് വേണ്ടിയാണ് പ്രതികരിക്കേണ്ടത്. അപ്പൊ അവിടെ വിധവകളെ പിടിച്ചില്ലായിരുന്നു, അപ്പൊ സ്ത്രീകളെ പിടിച്ചില്ലായിരുന്നു. പറഞ്ഞു മനസ്സിലായ? നിന്നെ തന്നെ വിളിച്ചത് അട്ടിപ്പാറ ഭാഷ, സ്ത്രീകളുടെ അട്ടിപ്പാറ ഭാഷ രേണുവിനില്ല. രേണുവിന്റെ കാര്യം നോക്കാൻ കളിക്കാം. രേണുവിന്റെ കാര്യം നോക്കാൻ കളിക്കാം. അല്ലാതെ കേരളത്തിലെ സ്ത്രീകളുടെ വിധവകളുടെ അട്ടിപ്പാറ ഭാഷ രേണുവിനില്ല. മനസ്സിലായോ? നിനക്കല്ല, നീ ആ കാർഡ് ഇവിടെ ഇറക്കല്ലേ, ഇവിടെ കളിച്ചോണ്ട് നീ പൊക്കോ. ഇവിടെ വുമൺ കാർഡൊക്കെ ഇറക്കി കളിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ആയിരിക്കും. ഇവിടെ പുള്ളിക്കാരത്തി എടുത്തെടുത്ത് പറയുന്നുണ്ട് ഞാൻ വിധവയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. ലാലേട്ടൻ തന്നെ മുന്നേ പറഞ്ഞൊരു കാര്യമാണ് ആരും തന്നെ വുമൺ കാർഡ് ഇറക്കി കളിക്കരുതെന്ന്. ഇപ്പോ അനുമോള് വളരെ വ്യക്തമായിട്ട് രേണുവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ത്, ചേച്ചി വുമൺ കാർഡ് ഇറക്കി കളിക്കണ്ട എന്നുള്ളത്. രേണു പറയുന്നത് എല്ലാ വിധവകളെയും റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഞാൻ വന്നിട്ടുള്ളതെന്ന്. അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. മൊത്ത സ്ത്രീകളെയും അടിപ്പവകാശം നീ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും രേണു അതിൽ തറച്ചങ്ങോട്ട് നിൽക്കുകയാണ്. ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യും, ഞാൻ എടുക്കും, അത് എന്റെ ഇഷ്ടമാണെന്ന് രേണു തറപ്പിച്ച് പറയുന്നുണ്ട്. ഇവിടെ ഈ ഒരു പ്രശ്നത്തിൽ ശാരിക ഒരു അഭിപ്രായം പറയുന്നുണ്ട്. ശാരിക പറയുന്നത് എന്താ വെച്ചാല് വുമൺ കാർഡ് ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഭിപ്രായം ആർക്കും ഉണ്ടാകും, അഭിപ്രായം ആർക്കും പറയാം. പക്ഷേങ്കിൽ അതിന്റെ സ്ഥാനത്ത് വുമൺ കാർഡ് വലിച്ചിറക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് സത്യം തന്നെയാണ്. ശാരിക പറഞ്ഞതിനോട് എനിക്ക് 100% യോജിക്കാൻ കഴിയും. വിധവാ കാർഡ് ഇറക്കി കളിക്കേണ്ട ആവശ്യം എന്താണ്? അഭിപ്രായം ആർക്കും പറയാം. പക്ഷേങ്കിൽ ആ സ്ഥാനത്ത് എന്തിനാണ് വിധവാ കാർഡ് ഇറക്കുന്നത്? എന്തായാലും അക്ബർ ഖാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള സെപ്റ്റിക് ടാങ്ക് എന്നുള്ള ആ ഒരു വിഷയത്തിൽ ലാലേട്ടൻ വരും ദിവസങ്ങളിൽ തന്നെ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. ഒരാളെ വളരെ മോശമായ ഒരു കാര്യത്തിനോട് ഉപമിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ലല്ലോ. അതിന് നല്ലൊരു മറുപടി ലാലേട്ടൻ കൊടുക്കുക എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും വുമൺ കാർഡൊക്കെ മാറ്റിവെച്ച് രേണു വീണ്ടും കളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ വളരെ തകർപ്പൻ പെർഫോമൻസ് തന്നെ നമുക്ക് ബിഗ് ബോസ് ഹൗസിൽ കാണാൻ കഴിയുന്നതായിരിക്കും. വോട്ടിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ രേണു ഇത്തിരി മുമ്പ് തന്നെയാണ് ഉള്ളത്. അതുപോലെ തന്നെ മരവാഴകളൊക്കെ പുറത്തോട്ട് ചാടുകയും ചെയ്യും. അത് നമുക്ക് താമസിയാതെ തന്നെ കാണാൻ കഴിയും. എന്തായാലും ഞാൻ ഒരു കാര്യം കൂടെ പറയാം, നന്നായി കളിക്കുന്നവരെ ഒരു കാരണവശാലും പുറത്താക്കാതിരിക്കുക. അവരെ നല്ല രീതിയിൽ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വാഴകളെ പുറത്ത് ചാടിക്കുക. ഇന്നത്തെ ബിബി ഹൗസിൽ നടന്ന അടിപിടികളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. ആരാണ് നന്നായി പ്ലേ ചെയ്തതെന്നും താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.